ഹലോ മക്കളെ, അപ്പോൾ ഈ വർഷത്തെ SSLC ഫിസിക്സ് മോഡൽ പരീക്ഷയുടെ ആൻസർ കീയാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് മുമ്പ് നിങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക, ഫിസിക്സ് പരീക്ഷയെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്തായിരുന്നു? നിങ്ങൾക്ക് ഈസി ആയിരുന്നോ, മീഡിയം ആയിരുന്നോ, ഡിഫിക്കൽട്ട് ആയിരുന്നോ എന്നുള്ള കാര്യങ്ങളൊന്ന് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. ഇനി എൻ്റെ അഭിപ്രായം പറയുകയാണെങ്കിൽ നമ്മൾ പ്രീവിയസ് ഇയർ പേപ്പറും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ഡിഫിക്കൽട്ട് ആയിരുന്നു, എന്നാൽ ഭയങ്കര ബുദ്ധിമുട്ടുള്ള പേപ്പറായിരുന്നു അല്ല. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം, മീഡിയത്തിൻ്റെയും ഡിഫിക്കൽട്ടിൻ്റെ ഇടയിലും ഒരു മീഡിയം ഡിഫിക്കൽട്ട് എന്നുള്ള ഒരു രീതിയിൽ നമുക്കിതിനെ ക്ലാസിഫൈ ചെയ്യാൻ പറ്റും. മനസ്സിലാക്കേണ്ട കാര്യത്തിലുള്ളൂ, നിങ്ങൾ പബ്ലിക് എക്സാമും ഇതേ ഒരു ലെവലിലായിരിക്കും വരിക എന്നുള്ള ഒരു കാര്യം മനസ്സിലാക്കുക. ഓക്കെ, പിന്നെ ഈ ഒരു ആൻസർ കീ നിങ്ങൾ എങ്ങനെ യൂസ് ചെയ്യണം? വെറുതെ ഇങ്ങനെ അതിൻ്റെ ആൻസർ ഇതായിരുന്നു, മറ്റേ ആൻസർ ഇതായിരുന്നു, എനിക്ക് തെറ്റിപ്പോയോ ശരിയായോ എന്ന് മനസ്സിലാക്കുന്നതിന് ഉപരി ഇതിലെ ആൻസേഴ്സ് പഠിക്കാൻ വേണ്ടി യൂസ് ചെയ്യും. ഇപ്പോൾ തന്നെ പഠിച്ച് തീർക്കുക അത്. ഓക്കെ, കാരണം ഇതിൽ പല ക്വസ്റ്റ്യൻസും നിങ്ങൾക്ക് എന്തായാലും നിങ്ങളുടെ പബ്ലിക് എക്സാമിൽ ഇതേപോലെയോ അല്ലെങ്കിൽ ഇതിന് കുറച്ച് ട്വിസ്റ്റൊക്കെ ചെയ്തിട്ട് വരാൻ ചാൻസ് നമ്മൾ വളരെ രീതിയിൽ കാണുന്നുണ്ട്. കാരണം ക്രിസ്മസ് എക്സാമിലെ പല ചോദ്യങ്ങളും ഇതിൽ വന്നിട്ടുണ്ടായിരുന്നു. മോഡലിലും പൊതുവേ പബ്ലിക് എക്സാമിൽ 1-2 ചോദ്യങ്ങൾ അതേപോലെയും പിന്നെ ബാക്കിയുള്ള ചോദ്യങ്ങൾ സമാനമായിട്ടുള്ള രീതിയിൽ ചോദിക്കാറുണ്ട്. സോ അത് പഠിച്ചു പോകുന്നത് വളരെ നല്ലൊരു ഐഡിയ ആയിരിക്കും. പിന്നെ ഏതൊക്കെ ഭാഗങ്ങൾ കൂടുതൽ ശ്രദ്ധിക്കണം എന്നുള്ള കാര്യങ്ങൾ ഞാൻ ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോൾ പറഞ്ഞു തരുന്നതായിരിക്കും. ഓക്കെ മക്കളെ, റെഡി. പിന്നെ നമ്മുടെ ക്രാഷ് ബാച്ചിലേക്ക് ഇനിയും ജോയിൻ ചെയ്യാനുള്ള അവസരം നിങ്ങൾക്കുണ്ട്, അത് യൂസ് ചെയ്യുക. കാരണം കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് പഠിച്ച കുട്ടികൾക്ക് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പേപ്പറൊക്കെ വെച്ചിരിക്കുന്നത്. ഞാൻ പറഞ്ഞുതരാം എന്തുകൊണ്ടാണെന്നുള്ള കാര്യം, ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ പറഞ്ഞുതരാം. അപ്പോൾ അങ്ങനെ ഫുൾ ടെക്സ്റ്റ് ബുക്ക് കവറേജ് നിങ്ങൾക്ക് കിട്ടണമെങ്കിൽ ഏറ്റവും ബെസ്റ്റ് എന്താണ് മക്കളെ, നമ്മുടെ ക്രാഷിൽ ജോയിൻ ചെയ്തിട്ട് അതിലെ ഷോർട്ട് നോട്ട്സിൻ്റെ ക്ലാസ്സസ് പെട്ടെന്ന് കാണാം. ഈ ഫുള്ള് ക്ലാസ് കാണാൻ സമയത്ത് അറ്റ്ലീസ്റ്റ് ഷോർട്ട് നോട്ട്സിൻ്റെ നോട്ട്സ് എങ്കിലും നിങ്ങൾ പഠിക്കുക. അത് കംപ്ലീറ്റ് ടെക്സ്റ്റ് ബുക്ക് കവർ ചെയ്ത് കിട്ടും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് വായിക്കാൻ പോകേണ്ട ആവശ്യമില്ല, കാരണം ടെക്സ്റ്റ് ബുക്ക് വായിക്കലൊന്നും ഈസി ആയിട്ടുള്ള പരിപാടിയല്ല ഇനി അങ്ങോട്ട്. ഓക്കെ, പിന്നെ അത് ഫ്രീ ആയിട്ട് ക്രാഷ് കോഴ്സിൽ പഠിക്കണമെങ്കിൽ നേരെ +1 ഏത് ബാച്ചിൽ അഡ്മിഷൻ എടുത്താലും നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് ക്രാഷ് ബാച്ച് കിട്ടും. സോ ആ ഒരു ഫെസിലിറ്റി ഉള്ള കാര്യം നിങ്ങൾ ഒന്ന് മനസ്സിലാക്കാം. സമയം വേസ്റ്റ് ചെയ്യുന്നില്ല, ജോയിൻ ഞങ്ങൾക്ക് ചെയ്യണം. താഴെ നമ്പറും ഡീറ്റെയിൽസും കൊടുത്തിട്ടുണ്ട്. എനിവേ നമുക്ക് ആൻസർ കീയിലേക്ക് കിടക്കാം. ഫസ്റ്റ് ചോദ്യത്തിലേക്ക് കിടക്കാം മക്കളെ. ദി ഫ്രീക്വൻസി ഓഫ് AC ജനറേറ്റഡ് ഫോർ ഡിസ്ട്രിബ്യൂഷൻ ഇൻ കൺട്രി, അതിൻ്റെ ആൻസർ 50 ഹെർട്സ് ആണ്. ഇതിൽ ചില കുട്ടികൾ 230 ഹെർട്സ് കൊടുത്തിട്ടുണ്ടാകും. 230 വോൾട്ട്സ് ആണ്, വോൾട്ടേജ് 230 വോൾട്ട് ആണ്. ഹെർട്സ് ഫ്രീക്വൻസി എത്രയാണ് മക്കളെ? 50 ഹെർട്സ് ആണ്. അപ്പോൾ ഈ ഒരു ചോദ്യം പഠിച്ചു വെക്കുക, എല്ലാവരും പഠിച്ചു വെക്കേണ്ട സാധനം തന്നെയാണ്. ഇനി പരീക്ഷയിൽ ഇവിടുന്ന് വേറെ അഡീഷണൽ ചോദ്യം കൂടെ ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഇതിൻ്റെ അർത്ഥം ആ ഒരു ജനറേറ്ററിന് ആർമേച്ചർ പെർ സെക്കൻഡ് എത്ര പ്രാവശ്യം റൊട്ടേറ്റ് ചെയ്യുന്നുണ്ട്? 50 തവണ. വോൾട്ടേജും കറണ്ടും എത്ര പ്രാവശ്യം ഡയറക്ഷൻ ചേഞ്ച് ചെയ്യുന്നുണ്ട്? അപ്പോൾ അവിടെ പല കുട്ടികളും തെറ്റിക്കാതായിരിക്കും, അതും 50 തവണ എന്ന് പറയും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കണം, കറണ്ട് എത്ര പ്രാവശ്യം ഡയറക്ഷൻ ചെയ്യുന്നത് അറിയോ? ഒരു ആർമേച്ചറിൻ്റെ റൊട്ടേഷനിൽ 2 പ്രാവശ്യം കറണ്ട് ചേഞ്ച് ചെയ്യുന്നുണ്ട്. 50 ഹെർട്സ് എന്ന് പറഞ്ഞാൽ ആർമേച്ചർ 50 റൊട്ടേഷൻ ചെയ്യുന്നതാണ് ഒരു സെക്കൻഡ്. അപ്പോൾ കറണ്ട് എത്ര പ്രാവശ്യം ഡയറക്ഷൻ ചെയ്യും? ഇരട്ടി. അതായത് 50ൻ്റെ ഇരട്ടി 100 ടൈംസ്. ഓർത്ത് വെച്ചു കേട്ടോ. അപ്പോൾ ആർമേച്ചർ 50 തവണ റൊട്ടേറ്റ് ചെയ്യും ഒരു സെക്കൻഡിൽ, കറണ്ട് ഒരു സെക്കൻഡിൽ 100 തവണ, ഡബിളാണ്. ഓർത്ത് വെച്ചോ, പല കുട്ടികളും തെറ്റിക്കുന്നൊരു ഉത്തരമാണ്. ഓക്കെ, അത് ചോദിക്കാൻ ചാൻസ് ഉണ്ട് ഇവിടുന്ന്. ചൂസ് ദി ഒപ്റ്റിക്കൽ ഫിനോമിനൻ റെസ്പോൺസിബിൾ ടിൻഡോൾ എഫക്ട്. ടിൻഡോൾ എഫക്ട് എന്ന് പറഞ്ഞാൽ ബേസിക്കലി സ്കാറ്ററിംഗ് തന്നെയാണ്. നമ്മൾ പരീക്ഷയുടെ തലേന്ന് ചെയ്ത ചോദ്യം തന്നെയാണിത്. സ്കാറ്ററിംഗ് തന്നെയാണ്. ആര് ചെയ്യുന്ന സ്കാറ്ററിംഗ്? കൊളോയിഡൽ ഫ്ലൂയിഡോ സസ്പെൻഷനോ ചെയ്യുന്ന സ്കാറ്ററിംഗ്. അപ്പോൾ അടിസ്ഥാനപരമായിട്ട് സ്കാറ്ററിംഗ് ആണ്. ഇവിടുന്ന് ചോദ്യങ്ങൾ ചോദിക്കാൻ വരുന്ന വേറെ ചോദ്യങ്ങൾ ഇതൊക്കെ ആയിരിക്കും. ടിൻഡോൾ എഫക്റ്റിൻ്റെ ഡെഫിനിഷൻ എന്താണ്? സ്കാറ്ററിങ്ങിൻ്റെ ഡെഫിനിഷൻ എന്താണ്? പിന്നെ സ്കാറ്ററിംഗ് വേവ് ലെങ്ത്തുമായിട്ടുള്ള ബന്ധം. വേവ് ലെങ്ത്ത് കൂടുതലുള്ള റെഡിനൊക്കെ സ്കാറ്ററിംഗ് കുറവാണ്, വേവ് ലെങ്ത്ത് കുറവുള്ള വയലറ്റിന് സ്കാറ്ററിംഗ് കൂടുതലാണ്. ഇത്രയും കാര്യങ്ങൾ ഈ ഭാഗത്ത് നിന്ന് മാത്രമായിട്ട് ചോദിക്കാം. ഓക്കെ, പിന്നെ ടിൻഡോൾ എഫക്റ്റ് ഡയറക്റ്റ് ചോദിക്കണമെന്നില്ല. ഫോർ എക്സാമ്പിൾ ഇങ്ങനെ പറയാം, ദ പാത്ത് ഓഫ് സൺലൈറ്റ് ബിക്കംസ് വിസിബിൾ ഇൻ എ കോൾഡ് മോർണിംഗ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇത് എന്ത് എഫക്റ്റ് ആണെന്ന് ചോദിച്ചാൽ അപ്പോൾ പറയണം ടിൻഡോൾ എഫക്റ്റ് ആണ്. അങ്ങനെയൊക്കെ ചോദിക്കാം, മനസ്സിലായി? അപ്പോൾ ഇത്രയും പോസിബിലിറ്റീസ് ഈ ഒരു സാധനത്തിനുണ്ട്. ഇതേ ചോദ്യം ആയിരിക്കില്ല പബ്ലിക് എക്സാമിന് ചോദിക്കുക, പക്ഷേ ഈ ടോപ്പിക്ക് എന്നൊരു ചോദ്യം ഞാൻ ഈ പറഞ്ഞതിൽ ഏതെങ്കിലും ചോദിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ആ രീതിയിൽ വേണം നിങ്ങൾ ഇനി ചിന്തിക്കാൻ വേണ്ടിയിട്ട്, അല്ലാണ്ട് ഈ ചോദ്യത്തിന് ഉത്തരം മാത്രം പഠിച്ചു വെക്കല്ല. ഹൗ മെനി ഇമേജസ് ക്യാൻ ബി സീൻ ഇൻ ഒബ്ജക്റ്റ്? ഇതെന്താണ്? ബേസിക്കലി ഫോർമുല സബ്സ്റ്റിറ്റ്യൂഷൻ ആണ്. എല്ലാവരും നമ്മളെപ്പോഴും പഠിക്കുന്ന സാധനം തന്നെയാണ്. θ 45 ഡിഗ്രി ഇട്ട് കൊടുക്കുക, 8 - 1 7 കിട്ടും. 7 നമ്പർ ഓഫ് ഇമേജസ് ആയിരിക്കും ഫോം ചെയ്യാം. ഇതൊന്നും കാര്യമായി വേറെ ഒന്നുമില്ല. ഈ ഒരു ഫോർമുല വെച്ചിട്ടുള്ള ഒരു ചോദ്യം പഠിച്ച് വെച്ചേക്ക്. ഇതുപോലെ ഒരു മാർക്കിൻ്റെ ചോദ്യം പരീക്ഷ ചോദിക്കാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ഇനി അങ്ങോട്ട് ചോദിക്കാൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സർപ്രൈസ് ഒന്നുമല്ല. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഡിവൈസ് വർക്ക്സ് ഓൺ മോട്ടോർ പ്രിൻസിപ്പിൾ? ഇപ്പോൾ വർക്കിംഗ് പ്രിൻസിപ്പിൾ റിലേറ്റഡ് ചോദ്യം എന്തായാലും വരും, നമ്മൾ എപ്പോഴും പഠിക്കുന്നതാണ്. മോട്ടോർ പ്രിൻസിപ്പിൾ വർക്ക് ചെയ്യുന്ന മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കറാണ് ഇവിടെ ഉള്ളത്. പിന്നെ ഇലക്ട്രിക് മോട്ടറാണുള്ളത്. അപ്പോൾ അതൊന്ന് ഓർത്ത് വെച്ചു. അപ്പോൾ എല്ലാ വർക്കിംഗ് പ്രിൻസിപ്പിളും അതിന് വർക്ക് ചെയ്യുന്ന ഡിവൈസസും ഒന്ന് ഓർത്ത് വെക്കാം. ഓക്കെ, അപ്പം ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്നത് മൂവിംഗ് കോയിൽ മൈക്രോഫോൺ ഉണ്ട്, AC ജനറേറ്റർ ഉണ്ട്, DC ജനറേറ്റർ ഉണ്ട്, ഒക്കെ ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷനിലാണ്. അതുപോലെ മ്യൂച്വൽ ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന നമ്മുടെ ട്രാൻസ്ഫോമർ ഉണ്ട്, സെൽഫ് ഇൻഡക്ഷനിൽ വർക്ക് ചെയ്യുന്ന ഇൻഡക്ടർ ഉണ്ട്, ഹീറ്റിംഗ് എഫക്റ്റ് ഓഫ് ഇലക്ട്രിക് കറണ്ടിൽ വർക്ക് ചെയ്യുന്ന നിക്രോമിൻ്റെ വയർ, ഹീറ്റിംഗ് കോയിൽ, സേഫ്റ്റി ഫ്യൂസ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് പഠിച്ചു വെക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. ഓക്കെ, വർക്കിംഗ് പ്രിൻസിപ്പിൾ സംഭവം. ഓക്കെ, ഞാൻ ഈ പറഞ്ഞത് തന്നെയാണല്ലോ, അതിൽ കൂടുതലായിട്ട് കാര്യമായിട്ടൊന്നുമില്ല. ഓക്കെ, അടുത്ത പറ. ചൂസ് ദി കറക്റ്റ് ഗ്രാഫ് ദാറ്റ് റെപ്രസെൻറ്റ്സ് ദി കറണ്ട് ഇൻഡ്യൂസ്ഡ് ഇൻ ആർമേച്ചർ. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു മക്കളെ, പരീക്ഷയുടെ തലേന്ന് ഒരു വീഡിയോ ഇടുന്നുണ്ടായിരുന്നു. നിങ്ങളെ കുഴപ്പിക്കാൻ 3 ചോദ്യങ്ങളിൽ ഒരു ചോദ്യമാണിത്.
ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കുറേ കൂടെ തെറ്റിക്കുന്നു, കുറേ കൂടെ തെറ്റിച്ചിട്ടുണ്ട്. എത്ര പേര് തെറ്റിച്ചിട്ടുണ്ട് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യാം. മക്കളെ ഡി സി ജനറേറ്ററിന് ഔട്ട്പുട്ട് എന്തായിരിക്കും? അത് ഡി സി ആയിരിക്കും. അതെന്തായിരിക്കും? ഏതാണ്ട് ഇതുപോലെ ഉണ്ടാവും, ഡി സി ആയിരിക്കും ഔട്ട്പുട്ട്. ആർമേച്ചറിലാണ് ചോദിച്ചിരിക്കുന്നത്. ആർമേച്ചറിൽ ഏതാണ്? അത് എ സി തന്നെയായിരിക്കും. ഇതാണ് ആൻസർ. അന്നത്തെ വീഡിയോ കണ്ടവർക്ക് കറക്റ്റ് കിട്ടിയിട്ടുണ്ടാവും, അല്ലാത്തവർക്ക് എനിക്കറിയില്ല. ഓക്കെ, പഠിച്ചെടുക്കാൻ ഇങ്ങനെ പഠിക്കാം. വിച്ച് മിറർ ഈസ് യൂസ്ഡ് ആസ് റിയർ വ്യൂ മിറർ? ഇതൊക്കെ അറിയേണ്ട കാര്യങ്ങളാണ്. നിങ്ങൾ പഠിച്ചു വരുമ്പോൾ അറിയേണ്ട കാര്യങ്ങളാണ്. അതൊന്ന് പഠിച്ചു വെക്കുന്ന നല്ലതായിരിക്കും അറിയില്ലെങ്കിൽ. കോൺകേവ് മിററാണ് നമ്മൾ റിയർ വ്യൂ മിറർ ഉപയോഗിക്കുക. കോൺകേവ് മിററിൻ്റെ ഗുണം എന്താണ്? ചെറിയതായിട്ട് കാണിച്ചു തരും, ഡിമിനിഷ്ഡ് ആയിട്ട് കാണിച്ചു തരും ഇമേജസ്. പിന്നെ ഇറക്റ്റ് ആയിരിക്കും, നിവർന്നായിരിക്കും ഇമേജ് ഉണ്ടാവുക. മാത്രമല്ല ഫീൽഡ് ഓഫ് വ്യൂ ഭയങ്കര കൂടുതലാണ്, കൂടുതൽ കാര്യങ്ങൾ നമ്മളെ കാണിച്ചു തരും. ഓക്കെ, അപ്പോൾ കോൺകേവ് മിററിൻ്റെ അഡ്വാൻറ്റേജസ് ആണ് എന്നുള്ള കാര്യം ഒന്ന് ഓർത്ത് വെക്കുക. ഓക്കെ, റെഡിയാണ്? സോറി കോൺകേവ് മിററിൻ്റെ അല്ല, ആൻസർ എഴുതിയപ്പോൾ തെറ്റിപ്പോയതാണ്. കോൺവെക്സ് മിററിൻ്റെ ആണ് കേട്ടോ. ക്ലിയർ ആണല്ലോ? എഴുതി വെച്ചപ്പോൾ തെറ്റിപ്പോയതാണ്. അപ്പോൾ കോൺവെക്സ് മിററാണ്. കോൺവെക്സ് മിറർ മറ്റേ ഈ സാധനം ഇത് മനസ്സിലായില്ലേ? അത് എപ്പോഴും ഡിമിനിഷ്ഡും ഇറക്റ്റേ തരുള്ളൂ. റെഡി, ഇത് ഓർത്ത് വെക്കുക, വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, സെറ്റ്. നെക്സ്റ്റ് ചോദ്യം. ദി മാർക്കിംഗ് ഓൺ an electric bulb is 230 volt 100 watt. What will be its power if it works on 115 volt supply? അതായത് 230 വോൾട്ട് കിട്ടുമ്പോൾ 100 വാട്ട്സ് ആണ് പവർ. അങ്ങനെയാണ് 115 വോൾട്ട് പകുതി വോൾട്ടേജിലാവുമ്പോൾ എത്രയായിരിക്കും പവർ? ഈ ഒരു സാധനം നമ്മൾ ടോപ്പ് ലെവൽ പരീക്ഷയ്ക്ക് മുമ്പുള്ള ടോപ്പ് ലെവൽ ക്വസ്റ്റ്യൻസിൻ്റെ ലൈവിൽ നമ്മൾ ചെയ്തിട്ടായിരുന്നു. അത് കണ്ടവർക്ക് ഇത് കിട്ടിയിട്ടുണ്ടാവും, അല്ലാത്തവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടല്ല, ഡിഫിക്കൽട്ടായ ക്വസ്റ്റൻ ആയിരിക്കും തോന്നിയിട്ടുണ്ടാവും. ഇപ്പോൾ ഡിഫിക്കൽട്ട് ക്വസ്റ്റൻ തന്നെയാണ്, പക്ഷേ ടോപ്പ് ലെവൽ ക്വസ്റ്റൻ്റെ ലൈവിൽ കണ്ടവർക്ക് ഇത് കിട്ടിയിട്ടുണ്ട്. എന്താണ് ചെയ്യേണ്ടത്? രണ്ട് രീതിയിൽ ചെയ്യാം. ഒന്ന് സ്റ്റെപ്പ് ഫുൾ എഴുതിയിട്ട് ചെയ്യാം, അല്ലാണ്ട് ചെയ്യാം. സ്റ്റെപ്പ് ഫുൾ എഴുതിയിട്ട് ചെയ്യാൻ നിങ്ങൾ ആദ്യം പവറിൻ്റെ ഫോർമുല എഴുതി വെക്കാം. എന്നിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. ഏത്? ഈ വോൾട്ടേജും ഈ പവർ കൂട്ടിയിട്ട് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക. അപ്പോൾ ഇത്രയും കിട്ടും. ഓക്കെ, എന്നിട്ട് ആ റെസിസ്റ്റൻസ് കിട്ടിയില്ലേ, എന്നിട്ട് വീണ്ടും ഒരു പവറിൻ്റെ ഫോർമുല കൂടി ഉപയോഗിക്കുക. ഇപ്രാവശ്യം മാറിയ വോൾട്ടേജ്, ഈ പുതിയ വോൾട്ടേജ് ഉപയോഗിക്കുക. റെസിസ്റ്റൻസ് മാറാൻ പോകുന്നില്ല, വോൾട്ടേജ് മാറിയാൽ റെസിസ്റ്റൻസ് മാറുകയില്ല. അപ്പോൾ അത് വെച്ചിട്ട് നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന പവർ 25 വാട്ട്സ് ആണ്. ഒന്നെങ്കിലും എങ്ങനെ ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ പവറും വോൾട്ടേജും തമ്മിലുള്ള ബന്ധം എന്താണ് മക്കളെ? പവർ വോൾട്ടേജിൻ്റെ സ്ക്വയറിനോട് പ്രൊപ്പോർഷനാണ്. പവർ ഈസ് പ്രൊപ്പോർഷണൽ ടു വോൾട്ടേജിൻ്റെ സ്ക്വയർ. വോൾട്ടേജ് എത്രയായി? 230 15 വോൾട്ടിലേക്ക് ആയില്ലേ? അതായത് വോൾട്ടേജ് എത്രയായി മക്കളെ? പകുതിയായി. വോൾട്ടേജ് പകുതിയായി. അപ്പോൾ പവർ എത്രയാവും? വോൾട്ടേജ് പകുതി ആകുമ്പോൾ പവർ എത്രയാവും? പവറും പകുതിയാണോ ആവുക? ഇല്ല, പവർ വോൾട്ടേജിൻ്റെ സ്ക്വയറിനോടാണ് പ്രൊപ്പോർഷനിൽ. അപ്പോൾ വോൾട്ടേജ് പകുതി ആകുമ്പോൾ ഹാഫിൻ്റെ സ്ക്വയർ എന്താണ്? ഹാഫിൻ്റെ സ്ക്വയർ 1/4 ആണ് അല്ലേ? ഒന്നിൻ്റെ സ്ക്വയർ 1, രണ്ടിൻ്റെ സ്ക്വയർ 4. പവർ 1/4 ടൈംസിലേക്ക് കുറയും. അതായത് 100 വാട്ടിൻ്റെ 1/4 എന്ന് പറഞ്ഞാൽ 25 വാട്ട്. ആ രീതിയിൽ നിങ്ങൾക്ക് ചെയ്യാം. അപ്പോൾ സ്റ്റെപ്പുകൾ നിങ്ങൾ ഈ രീതിയിൽ എഴുതി വെക്കണം. അങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഏത് വേണമെങ്കിലും ചെയ്യാം. വലിയ വലിയ നമ്പേഴ്സ് വരുമ്പോൾ ഈ രീതി ചെയ്യുന്നതായിരിക്കും എളുപ്പം. അല്ലെങ്കിൽ ഈ ഡിവിഷനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. പിന്നെ കട്ടായി പോകുന്നുള്ള വേറെ കാര്യം, ഓരോ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും കട്ടായി പോകും. എനിവേ ഈ രീതിയിലാണ് നിങ്ങൾ ചെയ്യേണ്ടത്. മനസ്സിലാവുന്നുണ്ടോ? ഇത് ആ ലൈവ് കണ്ടവർക്ക് കിട്ടിയിട്ടുണ്ടോ? അല്ലാത്തവർക്ക് കുറച്ച് ബുദ്ധിമുട്ടായിട്ടുള്ള ചോദ്യം. പക്ഷേ ഇതൊക്കെ പരീക്ഷ ചോദിക്കുന്ന സ്റ്റാൻഡേർഡ് ചോദ്യങ്ങളാണ്. പുതിയ ചോദ്യങ്ങൾ ഒന്നേ വരെ നമ്മൾ ഈ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇതുവരെ ചെയ്തിട്ടില്ല. നമുക്ക് നോക്കാം. ഇതൊക്കെ എപ്പോഴും ചോദിക്കുന്നതാണ്. നമ്മൾ പറഞ്ഞിട്ടുണ്ട് ഞാൻ ആ 3 ടഫ് ചോദ്യങ്ങളുടെ വീഡിയോയിൽ ഇതും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ നമ്മൾ ആകെ വ്യത്യാസം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഈ ഒരു കേസും ചെയ്തത്. പക്ഷേ ചോദിച്ചിരിക്കുന്ന നടുവിലുള്ള കേസാണ്, അത്രേ ഉള്ളൂ. ആ 2 കേസ് പഠിച്ചവർക്ക് ഇത് സിമ്പിളായിട്ട് മാർക്ക് ചെയ്യാൻ പറ്റുന്നുണ്ടാവും. ഫസ്റ്റ് റേ ഫോക്കസിലെടുക്കുക, പാരലൈഡ് പോവും, പാരലൈഡ് എടുക്കുക, ഫോക്കസിലേക്ക് പോകും. രണ്ടും കൂടെ 2Fൽ തന്നെ മീറ്റ് ചെയ്യും. ഇവിടെ തന്നെ മീറ്റ് ചെയ്യും മക്കളെ, ഇവിടെ തന്നെ മീറ്റ് ചെയ്യുന്നതായിരിക്കും. വളരെ സിമ്പിൾ കേസാണ്. 2Fൽ വെച്ചാൽ 2Fൽ തന്നെ വരുന്ന കേസാണ്. ഓക്കെ, റേ ഡയഗ്രാംസ് കോൺവെക്സ് ലെൻസിൻ്റെയും കോൺകേവ് ലെൻസിൻ്റെയും എല്ലാം പഠിച്ചു വെക്കുക. അഡീഷണലി ഒന്ന് സേഫ് ആയിരിക്കാൻ വേണ്ടി മിറേഴ്സിനും കൂടെ പഠിച്ചു വെക്കുന്നത് വളരെ നല്ലതായിരിക്കും. കാരണം എന്തായാലും എല്ലാ വർഷവും ചോദ്യം അവിടുന്ന് വരും. 2 മാർക്കിൻ്റെയും 3 മാർക്കിൻ്റെയും ചോദ്യം വരാറുണ്ട്. അടുത്ത ചോദ്യം റേ ഡയഗ്രാം. ഇതൊക്കെ നമ്മൾ എപ്പോഴും ചെയ്യുന്ന ചോദ്യങ്ങളാണ്. ഏതാണ് ഐ ഡിഫക്റ്റ് എന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി. അടുത്ത് വെച്ച സാധനം ഇയാൾക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ അടുത്ത് വെച്ച സാധനം കാണാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ അയാളുടെ കഴിവ് എന്താണ്? ദൂരെ വെച്ച സാധനം കാണാൻ പറ്റും. അപ്പോൾ കഴിവ് ലോങ് സൈറ്റഡ്നെസ് അതാണ്. ലോങ് സൈറ്റഡ്നെസ് നമ്മൾ വിളിക്കുന്ന പേരാണ് ഹൈപ്പർമെട്രോപ്പിയ. അപ്പോൾ ഡിഫക്റ്റ് എന്താണ്? ഹൈപ്പർമെട്രോപ്പിയ എന്നാണ് പറയാം. ഓക്കെ, വാട്ട് ടൈപ്സ് ഓഫ് ലെൻസ് ഇസ് യൂസ് ടു റെക്ടിഫൈ ദിസ് ഡിഫക്റ്റ്? എന്ത് ലെൻസാണ് ഉപയോഗിക്കുക? അവിടെ മര്യാദയ്ക്ക് ഇവൻ്റെ കോൺവെക്സ് ലെൻസ്, കണ്ണിൻ്റെ ഉള്ളിലുള്ള കോൺവെക്സിന് മര്യാദയ്ക്ക് പണിയെടുക്കുന്നില്ല. അതുകൊണ്ടാണ് അവിടെ പോയി കൺവേർട്ട് ചെയ്യുന്നത്. അപ്പോൾ ഒരു കോൺവെക്സ് ലെൻസ് കൂടി വെച്ച് കൊടുക്കുക. അപ്പോൾ ഇവിടുന്ന് പല ടൈപ്പ് ചോദ്യങ്ങൾ നിങ്ങൾക്ക് എക്സ്പെക്ട് ചെയ്യാം. അപ്പോൾ ഏറ്റവും ബെസ്റ്റ് എന്താണ്? നിങ്ങൾ ഈ ഒരു ചാപ്റ്ററിനെ 1 ഷോട്ട് പോയി കാണാം. 1 ഷോട്ടിൽ ഈ ഐ ഡിഫക്ട്സിൻ്റെ ഭാഗം പോയി ഫുള്ളായിട്ട് കാണാനാണ് പണി തീർന്നുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഹൈപ്പർമെട്രോപ്പിയ എന്താ മനസ്സിലാവും. അതിൻ്റെ റീസൺസ് പരീക്ഷ ചോദിക്കാം. എന്താണ് ഇതിൻ്റെ റീസൺസ്, അതുപോലെ തന്നെ അതിൻ്റെ റെമഡി എന്താണ്. മയോപ്പിയ, റീസൺസ്, റെമഡി പഠിച്ചു വെക്കാം. പിന്നെ റേ ഡയഗ്രം ചോദിക്കും. ഇവിടെ ചോദിച്ചിട്ടില്ല റേ ഡയഗ്രം തന്നു. റേ ഡയഗ്രം ഷോ ദ റേ ഡയഗ്രം ഓഫ് കറക്ഷൻ എന്ന് ചോദിച്ചാൽ ഇതിൻ്റെ റേ ഡയഗ്രം വരയ്ക്കാൻ പറ്റണം. ഏറ്റവും ബെസ്റ്റ് എന്താണ്? ഈ ഭാഗത്തിന് 1 ഷോട്ട് പോയി ആ ഭാഗം മാത്രം ഒന്ന് കണ്ടേക്കുക. അതിലുള്ള ഫുൾ കാര്യം പഠിച്ചാൽ പണി തീർന്ന് കിട്ടും. ഓക്കെ, റീസൺസ്, റെമഡി, റേ ഡയഗ്രം ഫുള്ള് പഠിച്ചാൽ എന്ത് ചോദ്യം വന്നാലും ഉത്തരം പറയാൻ പറ്റും. കാരണം ഇത് അല്ലാണ്ട് വേറെ ചോദ്യം ഇല്ല അവിടെ നിന്ന് പഠിക്കാൻ. ഓക്കെ, റെഡി, സെറ്റ്. ആ ട്രിക്കൊക്കെ പറഞ്ഞിട്ടുണ്ട്. ലോങ് സെൽഫ് കോവിഡ് എന്നുള്ള കാര്യം. ഇപ്പോൾ ലോങ് സൈഡ്നെസ് ആണ്, സ്മോൾ ഐബോൾസും ലാർജ് ഫോക്കൽ ലെങ്ത്തും ആണ് പ്രശ്നങ്ങൾ. റെമഡി കോൺവെക്സ് ലെൻസ് ആണ്. അപ്പോൾ ട്രിക്ക് അടക്കം ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, റെഡി. ക്ലാസിഫൈ ദ എനർജി ഫ്രം ഫോളോയിങ് സോഴ്സസ് ഗ്രീൻ. ഇതിപ്പോൾ ഒരു ട്രിക്ക് ഉപയോഗിച്ചിട്ട് സിമ്പിളായിട്ട് ചെയ്യാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്.
ബ്രൗൺ എനർജി എന്ന് പറഞ്ഞാൽ എന്താണ് മക്കളെ? എല്ലാ ഫോസിൽ ഫ്യൂവൽസും പിന്നെ ന്യൂക്ലിയർ എനർജിയും ബ്രൗൺ എനർജിയാണ്, ബാക്കി എല്ലാവരും ഗ്രീനാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ നിങ്ങൾ ചിന്തിച്ചാൽ ഈസി ആയിട്ട് കിട്ടും. അറ്റോമിക് റിയാക്ടർ എന്ന് പറഞ്ഞാൽ ന്യൂക്ലിയർ റിയാക്ഷനുള്ളിൽ നടക്കുന്നത്. അപ്പോൾ എന്താണ് മക്കളെ? അറ്റോമിക് റിയാക്ടർ ബ്രൗൺ ആണ്. ഒന്നാലോചിക്കുന്നത്, ഇത് ബ്രൗൺ ആണ്, ഈ എഴുതിയിരിക്കുന്നത് ബ്രൗൺ ആണ്, ബാക്കി എല്ലാം ഗ്രീൻ ആണ്. വിൻഡ് മില്ല് എന്ന് പറഞ്ഞാൽ ഫോസിൽ ഫ്യൂവൽ ആണോ? അല്ല, ഫോസിൽ ഫ്യൂവൽ 3 ഉള്ളൂ, അത് അറിയില്ലെങ്കിൽ പഠിച്ചു വെച്ചോ. കോള്, പെട്രോളിയം, നാച്ചുറൽ ഗ്യാസ്. വിൻഡ് മില്ല് ഇതിൽ എഴുതുന്നുണ്ടോ? ഇല്ല. അപ്പോൾ എന്താണ് വിൻഡ് മില്ല്? ഗ്രീൻ എനർജിയാണ്. അപ്പോൾ ഗ്രീൻ എനർജിയിലൂടെ. തെർമൽ പവർ സ്റ്റേഷനിൽ എന്താണ് കത്തിക്കുക? തെർമൽ പവർ സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഫ്യൂവൽ കത്തിച്ചിട്ട് അതിൽ ഹീറ്റ് ഉണ്ടാക്കിയിട്ട് നമ്മൾ കറണ്ട് ഉണ്ടാക്കുന്ന പരിപാടിയാണ് തെർമൽ പവർ സ്റ്റേഷൻ. കത്തിക്കുക. എന്താ കത്തിക്കുന്നത്? അവിടെ കത്തിക്കുന്നത് ഈ ഫോസിൽ ഫ്യൂവൽസ് ആണ്. കോളും അതുപോലെ പെട്രോളിയത്തിൻ്റെ പ്രൊഡക്ട്സായ നാഫ്റ്റയൊക്കെയാണ് കത്തിക്കുന്നത്. അപ്പോൾ അതെന്താ? ഫോസിൽ ഫ്യൂവൽസ് അല്ലേ? അപ്പോൾ തെർമൽ പവർ സ്റ്റേഷൻ എന്നാണ് മക്കളെ ബ്രൗൺ എനർജിയാണ്. ലാസ്റ്റ് സോളാർ സെല്ലിൽ ഈ പറഞ്ഞ കാര്യങ്ങളൊന്നുമില്ല, സോ ഇറ്റ് ഈസ് ഗ്രീൻ എനർജി. അപ്പോൾ ഈ ഒരു ഫ്രെയിം വർക്ക് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഏത് ഉത്തരവും നിങ്ങൾക്ക് ഈസി ആയിട്ട് പറയാൻ പറ്റും. മനസ്സിലാവുന്നുണ്ടോ? അടുത്ത ചോദ്യം പ്രോബിൾ ആണ്. എത്രയോ പ്രാവശ്യം നമ്മൾ ചെയ്തതാണ്, പരീക്ഷയുടെ മുൻപ് നമ്മൾ ചെയ്തതാണ്. ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ 230 വോൾട്ട് AC സപ്ലൈസ് 10 വോൾട്ട് ടു ഇലക്ട്രിക് ഡിവൈസ്. അപ്പോൾ ഈ ഒരു ലാംഗ്വേജ് മനസ്സിലാക്കാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടുണ്ടാവും. സാർ അതിൽ ഏതാണ് ഇൻപുട്ട് ഏതാണ് ഔട്ട്പുട്ട് ഒന്നുകൂടി വായിച്ചു നോക്കുക. ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എന്ന് പറഞ്ഞാൽ ട്രാൻസ്ഫോമറിന് കിട്ടുന്ന വോൾട്ടേജ് ആണ്. സപ്ലൈസ് 10 വോൾട്ട് എന്ന് പറഞ്ഞാൽ അത് കൊടുക്കുന്ന വോൾട്ടേജ്, ഔട്ട്പുട്ട് വോൾട്ടേജ് ആണ്. അപ്പോൾ ഇത് ട്രാൻസ്ഫോമർ ആണ്. ട്രാൻസ്ഫോമറിന് കിട്ടുന്ന വോൾട്ടേജ് എതിരെ 230, സപ്ലൈ ചെയ്യുന്ന വോൾട്ടേജ് എന്ന് പറഞ്ഞാൽ പുറത്തേക്ക് പോകുന്ന വോൾട്ടേജ് 10 വോൾട്ടാണ്. ഇൻപുട്ട് എന്ന് പറഞ്ഞാൽ പ്രൈമറി ആണ്, ഔട്ട്പുട്ട് എന്ന് പറഞ്ഞാൽ സെക്കൻഡറി ആണ്. അപ്പോൾ പ്രൈമറി വോൾട്ടേജ് ചെയ്താൽ മനസ്സിലായി, സെക്കൻഡറി വോൾട്ടേജ് ചെയ്താൽ മനസ്സിലായി. അപ്പോൾ അത് എഴുതി വെക്കുക. പ്രൈമറി 230, മറ്റേത് 10 വോൾട്ട്, അത് എഴുതി വെച്ചു. പിന്നെ നമ്പർ ഓഫ് ടേൺസ് ഇൻ പ്രൈമറി കോയിൽ കൊടുത്തിട്ടുണ്ട്, അതും എഴുതി വെക്കുക. പിന്നെ ഈ ഇക്വേഷൻ ഉപയോഗിക്കുക, NS കണ്ടുപിടിക്കുക. വളരെ സിമ്പിൾ പരിപാടിയാണ്, ഒറ്റ ഇക്വേഷൻ ആണ്. ഈ ഇക്വേഷൻ നമ്മൾ എത്ര പ്രാവശ്യം ചെയ്തിട്ടുണ്ട് ഇക്വേഷൻസ്. സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. ആകെ എനിക്ക് തോന്നുന്നു ചിലപ്പം ഇത് ലാംഗ്വേജ് മനസ്സിലാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ട്രാൻസ്ഫോമർ വർക്കിംഗ് ഓൺ എന്നൊക്കെ പറഞ്ഞിട്ട് ഇനി വന്നു കഴിഞ്ഞാൽ മനസ്സിലാക്കുക അതിന് കിട്ടുന്ന ഇൻപുട്ട് അഥവാ പ്രൈമറി വോൾട്ടേജ് ആണ് പറയുന്നത്. ഓക്കെ. ഇൻ വിച്ച് കോയിൽ ട്രാൻസ്ഫോമർ ഇസ് തിക് വയേഴ്സ് യൂസ്ഡ്. അപ്പോൾ ഇവിടെ സംഭവം എന്താണ് മക്കളെ? വോൾട്ടേജ് എവിടെയാണ് കൂടുതൽ നോക്കുക? കറണ്ട് നേരെ ഓപ്പോസിറ്റ് സ്ഥലത്തായിരിക്കും കൂടുതൽ. വോൾട്ടേജ് പ്രൈമറിയിലെ കൂടുതൽ, അപ്പോൾ കറണ്ട് സെക്കൻഡറി ആയിരിക്കും കൂടുതൽ. എവിടെയാണോ കറണ്ട് കൂടുതൽ അവിടെ ആയിരിക്കും തിക് വയേഴ്സ് ഉണ്ടാവുക. സോ ആൻസർ എന്താണ്? സെക്കൻഡറി. ഇത്രയോ പ്രാവശ്യം നമ്മൾ ചെയ്യുന്ന ടൈപ്പ് സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ, അതിലൊന്നും പുതുതായിട്ടില്ല, അതൊക്കെ സ്റ്റാൻഡേർഡാണ്. ഇതിന് മാസ്റ്റർ ഫോളോയിങ് വരെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഹീറ്റിംഗ് കോയിൽ, നിക്രോം, ഇലക്ട്രിക് ഹീറ്ററിലാണ് ഉപയോഗിക്കുക. അപ്പോൾ ഇവിടെ നിക്രോമിൻ്റെ പ്രോപ്പർട്ടീസ് ഒക്കെ ചോദിക്കാം കേട്ടോ, പഠിച്ചു വെച്ചോ. അതൊക്കെ ചോദിക്കാം, ഇവിടെ ചോദിച്ചില്ല പക്ഷേ ചോദിക്കാം. ഫിലമെൻറ്റ്, ടങ്സ്റ്റൺ, സ്പെല്ലിംഗ് ഒക്കെ തിരിച്ചിട്ട് കൊടുത്തിരിക്കുന്നത് കുഴപ്പമില്ല. ഇൻകാൻഡസൽ ലാമ്പ്, ടങ്സ്റ്റൻ്റെ പ്രോപ്പർട്ടീസ് കൊടുക്കാം. ഓക്കെ, ചോദിക്കാം. ഫ്യൂസ് ഫയർ, അലോയ് ഓഫ് ടിൻലൻഡ്, സേഫ്റ്റി ഫ്യൂസ്, പഠിച്ചു വെച്ചോ. ഓക്കെ, സിമ്പിൾ പരിപാടി. പിന്നെ ഇൻഡക്ടർ എന്താണ്? ഇൻഡക്ടറിന് മെറ്റീരിയൽ ഒന്നും. ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി ഒരു സോളിനോയിഡാണ്. അതിൻ്റെ വർക്കിംഗ് പ്രിൻസിപ്പിൾ എന്താണ് മക്കളെ? സെൽഫ് ഇൻഡക്ഷൻ ആണ്. അപ്പോൾ അതും വേണം ചോദിക്കായിരുന്നു. സെൽഫ് ഇൻഡക്ഷൻ കൊടുത്തിട്ട് ചോദിച്ചിട്ടില്ല, ചോദിക്കായിരുന്നു. പിന്നെ ഇൻഡക്ടറിന് വേറെ ചോദ്യം വരാം. ഇൻഡക്ടറിൻ്റെ ഡിസഡ്വാൻറ്റേജ് എന്താണ്? ഇത് DC സർക്യൂട്ടിൽ ഉപയോഗിക്കാൻ പറ്റില്ല. കാരണം ഇൻഡക്ടർ വർക്ക് ചെയ്ത് സെൽഫ് ഇൻഡക്ഷൻ്റെ അടിസ്ഥാനത്തിലാണ്. സെൽഫ് ഇൻഡക്ഷൻ നടക്കുകയാണെങ്കിൽ കറണ്ട് വോൾട്ടേജ് മാറിക്കൊണ്ടിരിക്കണം, അല്ലെങ്കിൽ കറണ്ട് മാറിക്കൊണ്ടിരിക്കണം. കറണ്ട് DC മാറില്ല. അപ്പോൾ DC ഇത് വർക്ക് ആവില്ല, AC മാത്രമേ വർക്ക് ആവുള്ളൂ. ഒരു ഡിസഡ്വാൻറ്റേജ് ആണ്. ഓക്കെ. പിന്നെ ഒരു അഡ്വാൻറ്റേജ് എന്താണ്? ഇൻഡക്ടർ എന്ന് പറഞ്ഞാൽ ബേസിക്കലി വോൾട്ടേജ് കുറയ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ്. റെസിസ്റ്റർ പോലെ തന്നെ വോൾട്ടേജും കറണ്ട് ഇത് കുറയ്ക്കും. അപ്പോൾ എന്താണ് അഡ്വാൻറ്റേജ്? റെസിസ്റ്ററിൻ്റെ പ്രശ്നം എന്താണ്? അത് ഹീറ്റ് ഉണ്ടാക്കും. അപ്പോൾ ഹീറ്റ് ലോസ് ഉണ്ടാവും, ഊർജ്ജ നഷ്ടം ഉണ്ടാവും. എന്നാൽ ഇൻഡക്ടറിൽ ഹീറ്റ് ഉണ്ടാക്കില്ല, അപ്പോൾ ഊർജ്ജ നഷ്ടം ഉണ്ടാവില്ല, അല്ലെ കുറവായിരിക്കും. ഓർത്ത് വെച്ചോ. അപ്പോൾ അഡ്വാൻറ്റേജ് ഡിസഡ്വാൻറ്റേജ് പഠിച്ചു വെച്ചോ, പരീക്ഷ ചോദിക്കാം. നല്ല ചോദ്യമായിരുന്നു ഇത്. സ്റ്റേറ്റ് ഒപ്റ്റിക്കൽ ഫിനോമിനം. അപ്പോൾ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ TIR എന്ന് ടോട്ടൽ ഇന്റർണൽ റിഫ്ലക്ഷൻ എഴുതി വെച്ചാൽ മാത്രം പോരാ, സ്റ്റേറ്റ് ചെയ്യണം. വാട്ട് ഈസ് ടോട്ടൽ റിഫ്ലക്ഷൻ? ഡെഫിനിഷൻ പഠിക്കണം. അപ്പോൾ TIRൻ്റെയും ക്രിട്ടിക്കൽ ആംഗിൾ ഡെഫിനിഷൻ എപ്പോഴും ഞാൻ പറയുന്നത് പഠിച്ചു വെച്ചു, ബൈ ഹാർട്ട് പഠിച്ചു വെച്ചു, ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, ചോദിക്കും പരീക്ഷയിൽ. അപ്പോൾ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ പല കുട്ടികൾ TIR എന്ന് എഴുതി വെച്ചിട്ടുണ്ടെങ്കിൽ ഫുൾ മാർക്ക് കിട്ടില്ല കേട്ടോ, കിട്ടില്ല. മോഡൽ ചിലപ്പോൾ കിട്ടുന്നുണ്ടാവും, പബ്ലിക് ചിലപ്പോൾ കിട്ടില്ല. അപ്പോൾ സൂക്ഷിച്ചോ. സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ സ്റ്റേറ്റ് ചെയ്യണം. പല കുട്ടികളും അങ്ങനെ തെറ്റിക്കാറുണ്ട്, ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. എന്താണ് വിച്ച് റൂൾ ഇസ് യൂസ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ ഓഫ് മാഗ്നറ്റിക് ഫീൽഡ് അറൗണ്ട് എ കറന്റ് ക്യാൻ വെയർ. അപ്പോൾ എന്താണ് റൂൾ? ഏതാ? റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അവർ വിച്ചെന്നായിരിക്കില്ല ചിലപ്പോൾ വെച്ചിട്ടുണ്ട്, സ്റ്റേറ്റ് ദ റൂൾ ദാറ്റ് ഇസ് യൂസ്ഡ് എന്നായിരിക്കും. പക്ഷേ കുട്ടികൾ എഴുതിക്കും മാക്സ്വെൽസ് റൈറ്റ് ഹാൻഡ് തമ്പ് റൂൾ. അപ്പോൾ സ്റ്റേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ സ്റ്റേറ്റ് ചെയ്യണം, അതിൻ്റെ മൊത്തം റൂൾ എഴുതി വെക്കണം, സ്റ്റേറ്റ്മെൻറ്റ്. മനസ്സിലല്ലേ? അപ്പോൾ ശ്രദ്ധിക്കണേ. അപ്പോൾ അത് പഠിച്ചു വെച്ചോ, പല കുട്ടികളും തെറ്റിക്കുന്ന സാധനമാണ്. വിൽ ദിസ് ഫിനോമിനൻ ടേക്ക് പ്ലേസ് ഇഫ് ദ റേ ഓഫ് ലൈറ്റ് ഇസ് അലൗഡ് ടു ഫോൾ ഫ്രം വാട്ടർ ടു എയർ? വാട്ടറും എയർ ആണെങ്കിൽ ഇതേ ആംഗിളിൽ എവിടെ പോയി? ഇതേ ആംഗിളിൽ കടത്തി വിട്ട് കഴിഞ്ഞാൽ ഈ പരിപാടി ഉണ്ടാവുമെന്നാണ്, TIR ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം, രണ്ട് വാല്യൂസ് പഠിച്ചു വെച്ചാൽ മക്കളെ. ഗ്ലാസിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 42 ഡിഗ്രിയാണ്, ഗ്ലാസും എയറും ആണെങ്കിൽ. 45 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 42 കൂടുതലാണ്. അപ്പോൾ TIR സംഭവിക്കും. എപ്പോഴാണ് TIR സംഭവിക്കുക? ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ക്രിട്ടിക്കൽ ആംഗിളിനെക്കാളും കൂടുതലാകുമ്പോൾ. കൂടുതലാണല്ലോ, കൂടുതലാണ്. അപ്പോൾ TIR സംഭവിക്കും, മൊത്തം ലൈറ്റ് തിരിച്ചിങ്ങോട്ട് വരും, TIR ആണ്. എന്നാൽ വാട്ടർ ആണെങ്കിൽ ക്രിട്ടിക്കൽ ആംഗിൾ എന്താണ് മക്കളെ? 48.6 ഡിഗ്രിയാണ്. ബൈ ഹാർട്ട് പഠിച്ചു വെച്ചിട്ടോ വാല്യൂസ്. അപ്പോൾ 48.6 ഡിഗ്രി വാട്ടർ ഇവിടെ ആണെങ്കിൽ 48.6 ഡിഗ്രീന് മുകളിൽ ആംഗിൾ ഓഫ് ഇൻസിഡൻസ് ഉണ്ടെങ്കിൽ TIR സംഭവിക്കുള്ളൂ.
ഇവിടെ 48.6 ഡിഗ്രിന് മുകളിലുണ്ടോ? ഇല്ല. അപ്പോൾ TIR സംഭവിക്കുമോ? ഇല്ല. നോ, TIR വിൽ നോട്ട് ഹാപ്പൻ. കാരണം എന്താണ്? ക്രിട്ടിക്കൽ ആംഗിൾ ഓഫ് വാട്ടർ എയർ എന്താണ്? വാട്ടറിൻ്റെ ക്രിട്ടിക്കൽ ആംഗിൾ 48.6 ഡിഗ്രി. അപ്പോൾ അതിനേക്കാൾ മുകളിലുണ്ടെങ്കിൽ മാത്രമേ TIR സംഭവിക്കുള്ളൂ എന്ന് പഠിച്ചു വെക്കുക. നല്ലൊരു ചോദ്യമായിരുന്നു, പക്ഷേ പുതിയ ചോദ്യമൊന്നുമല്ല. പക്ഷേ കോൺസെപ്റ്റ് അറിയുന്നവർക്ക് അതിൻ്റെ ആപ്ലിക്കേഷനും കൂടി അറിയുമെന്ന് ടെസ്റ്റ് ചെയ്ത ചോദ്യമാണ്. അപ്പോൾ കോൺസെപ്റ്റ് ആപ്ലിക്കേഷൻ ക്വസ്റ്റ്യൻ നമുക്ക് വേണം കളിക്കാം. കോൺസെപ്റ്റ് അറിഞ്ഞുകൊണ്ട് മാത്രം കാര്യമില്ല, അത് അപ്ലൈ ചെയ്യാൻ അറിയണം റിയൽ വേൾഡിൽ അല്ലെ റിയൽ സിനാരിയോയിൽ. ഇതൊക്കെ സ്റ്റാൻഡേർഡ് ചോദ്യങ്ങൾ. എത്രയോ തവണ ഇതേ നമ്പർ വെച്ചിട്ട് നമ്മൾ ചെയ്തിട്ടുണ്ട്. 15 സെൻറ്റിമീറ്റർ ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്, അല്ല എവിടെയാണ് 30 സെൻറ്റിമീറ്റർ ഒബ്ജക്റ്റ് വെച്ചിരിക്കുകയാണ്, ഇമേജ് കിട്ടിയത് 15 സെൻറ്റിമീറ്ററിലാണ്. അത് സെയിം സൈഡ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സെയിം സൈഡ് എന്ന് പറഞ്ഞാൽ പിക്ചർ വരച്ച് നോക്കുക, ഇപ്പോൾ ഒബ്ജക്റ്റിൻ്റെ സെയിം സൈഡ് എന്ന് പറഞ്ഞാൽ ഇവിടെ തന്നെ. അപ്പോൾ U എത്രയായിരിക്കും? -30. V എത്രയായിരിക്കും? -15. F = UV/U+V ഫോർമുല അല്ലേ, എല്ലാം കൂടി ഇട്ട് കൊടുക്കുക, നിങ്ങൾക്ക് കിട്ടും. മാഗ്നിഫിക്കേഷൻ -V/U കിട്ടും. എന്തെങ്കിലും കാൽക്കുലേഷൻ മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയണേ. ഉണ്ടാവില്ല, ഞാൻ പെട്ടെന്ന് ചെയ്തുകൊണ്ട് ചിലപ്പോൾ അങ്ങനെ ഉണ്ടായാലുണ്ട്, പക്ഷേ അതിൽ കുഴപ്പമൊന്നുമില്ല, കുഴപ്പമൊന്നും വരാൻ ചാൻസ് ഇല്ല. പക്ഷേ ഓക്കെ, സിമ്പിൾ പരിപാടി, ജസ്റ്റ് ഫോർമുല. പക്ഷേ ഒരു കോംപ്ലിക്കേഷനും ഇതിലില്ലായിരുന്നു. അപ്പോൾ ഒരു കോംപ്ലിക്കേഷനും ഇല്ല. ക്രിസ്മസ് എക്സാമിൽ കുറച്ചുകൂടി കോംപ്ലിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു, ഇത് ഇവിടെ ഒന്നുമില്ല. LPG is a petroleum product. What is the main constant? Main constant of LPG എന്നാണ് മക്കളെ ബ്യൂട്ടേൻ. പഠിച്ചു വെച്ചോ, എല്ലാത്തിനും കോൺസ്റ്റന്റ് പഠിച്ചു വെച്ചോ. കോളിൻ്റെ, കാർബൺ, പെട്രോളിയം പ്രോഡക്ട്സ് എല്ലാം ഇൻക്ലൂഡിങ് LPG പെട്രോളിയം പ്രോഡക്റ്റ് ആണല്ലോ. ബ്യൂട്ടേൻ, ലാസ്റ്റ് നാച്ചുറൽ ഗ്യാസ് LNG CNG എല്ലാം, മീത്തേൻ പഠിച്ചു വെച്ചോ, പരീക്ഷ ചോദിക്കും. ദ മാർക്കിംഗ് ഓൺ LPG is D25. വാട്ട് ഡസ് ദിസ് മീൻ? D25 എന്ന് പറഞ്ഞാൽ അതിൻ്റെ എക്സ്പയറി ഡേറ്റ് ആണ്. എന്താണ് D എന്ന് പറഞ്ഞാൽ? ആ ABCD നമ്മൾ പരീക്ഷയുടെ തലേന്ന് വരെ പഠിച്ചാണ്. എന്താണ്? December 2025 ആണ്. 25 എന്ന് 2025, D എന്ന് പറഞ്ഞാൽ ഡിസംബർ ആണ്. ABCD എന്ന് എഴുതാം, 4 മാസങ്ങൾ 3 സ്പ്ലിറ്റ് ചെയ്യുക. ഓക്കെ, 12 മാസങ്ങൾ 3 വീതം 4 സ്പ്ലിറ്റ് ചെയ്യുക. ആ ടേബിൾ പഠിച്ചില്ലേ? ഇനി വൺ ഷോട്ടിൽ പോയി കാണുക ഈ ഭാഗം. എക്സ്പയറി ഡേറ്റ് ആണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത് കേട്ടോ. റൈറ്റ് ടു പ്രിക്കോഷൻസ് ടു ബി ടേക്ക്. ഇത് പരീക്ഷയുടെ മുമ്പേ ചെയ്ത ദിവസമാണ്. പരീക്ഷയുടെ മുമ്പത്തെ എനിക്ക് ഒന്നേ രാവിലത്തെ ലൈവ് അല്ലെ രാത്രിത്തെ ലൈവ് നമ്മൾ ചെയ്ത സെയിം ക്വസ്റ്റ്യൻ ആണ്. പ്രിക്കോഷൻസ് ഞാൻ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. ഞാൻ 4 പ്രിക്കോഷൻസ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു. 2 എഴുതി വെച്ചാൽ മതി. 2 ടെക്സ്റ്റ് ബുക്കിൽ കൊടുത്തിട്ടുണ്ട്, അത് തന്നെ എഴുതി വെക്കാം. അല്ല, ഞാൻ പഠിപ്പിച്ചതെന്ന് എഴുതി വെക്കാം, ഏതെങ്കിലും 2. അപ്പോൾ LPGൻ്റെ കാര്യത്തിൽ ബ്ലേവി കൂടി ചോദിക്കാം കേട്ടോ. ബ്ലേവി എന്താണ് ബ്ലേവിയുടെ പ്രോസസ്സ് ചോദിക്കാം. അപ്പോൾ ആ ഒരു കാര്യം കൂടെ ഓർത്ത് വെച്ചു. പ്രിക്കോഷൻസും ചോദിക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളൊന്ന് പഠിച്ചു വെക്കാം കേട്ടോ. റെഡി, സിമ്പിൾസുമാണ് ഇതൊക്കെ. സ്റ്റാൻഡേർഡ് ചോദ്യം പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ ചെയ്തിട്ടുണ്ട് ഇതുപോലത്തെ ചോദ്യം. റെസിസ്റ്റേഴ്സ് പാരലൽ ആകുമ്പോൾ എഫക്റ്റീവ് റെസിസ്റ്റൻസ് കണ്ടുപിടിക്കുക, വോൾട്ടേജ് കണ്ടുപിടിക്കുക, എല്ലാം കണ്ടുപിടിക്കാൻ പഠിപ്പിച്ചിട്ടുണ്ട്. എഫക്റ്റീവ് റെസിസ്റ്റൻസ് എങ്ങനെ കണ്ടുപിടിക്കുക? ഫോർമുല ഉപയോഗിക്കുക, R എഫക്റ്റീവ്. പാരലൽ എല്ലാം ഉപയോഗിക്കുന്നുണ്ട് കേട്ടോ, കാരണം പാരലൽ സർക്യൂട്ടാണ്. 6×3/6+3 എത്ര കിട്ടുക? 2 Ω. കറണ്ട് എങ്ങനെ കണ്ടുപിടിക്കുക? വാട്ട് ഈസ് അമ്മീറ്റർ റീഡിംഗ് വെൻ കറണ്ട് പാസസ് ത്രൂ? എവിടെ ഒരു അമ്മീറ്റർ വെച്ച് കഴിഞ്ഞാൽ എത്രയാണ് കറണ്ട് ഉണ്ടാവുക? കറണ്ട് V = IR ഉപയോഗിക്കുക, അല്ല I = V/R. V ഇട്ട് കൊടുക്കുക, R ഇട്ട് കൊടുക്കുക, ആൻസർ കിട്ടും. 3 ആംപിയർ കിട്ടും. പിന്നെ ഹീറ്റ് ചോദിച്ചിട്ടുണ്ട്. കാൽക്കുലേറ്റ് ഹീറ്റ് ജനറേറ്റഡ് ഇൻ 3 Ω റെസിസ്റ്റർ. ഈ 3 Ωലെ ഹീറ്റാണ് ചോദിച്ചിരിക്കുന്നത് 3 മിനിറ്റിൽ. അപ്പോൾ ഫോർമുല ഉപയോഗിക്കുക V²/RT. എന്തിനാണ് സാർ V²/RT ഉപയോഗിച്ചത്? കാരണം എടോ ഈ രണ്ടുപേരും പാരലല്ലേ, അപ്പോൾ രണ്ടുപേരുടെ വോൾട്ടേജ് സെയിം ആയിരിക്കില്ലേ? അതായത് ബാറ്ററിയുടെ വോൾട്ട് 6 വോൾട്ട്, ഇവനും കിട്ടും 2 പേർക്കും 6 വോൾട്ട് കിട്ടും. അപ്പോൾ ഇവൻ്റെ വോൾട്ടേജ് കിട്ടി, ഇവൻ്റെ റെസിസ്റ്റൻസ് അറിയാം, പിന്നെ ടൈം കൂടി തന്നുകൊണ്ട് V²/RT ഉപയോഗിക്കല്ലേ നല്ലത്. I²RT ഉപയോഗിച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം ഈ I ഉപയോഗിക്കാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ് സാർ? ഈ I എന്ന് പറഞ്ഞാൽ ആ 3 ആംപിയർ എന്ന് പറഞ്ഞാൽ സർക്യൂട്ടിലെ ടോട്ടൽ കറണ്ടാണ്. ഇവന് 3 ആംപിയർ കിട്ടുമോ? ഇവന് 3 ആംപിയർ കിട്ടുമോ? ഇല്ല. കറണ്ട് എടുത്തുമ്പോൾ സ്പ്ലിറ്റ് ആയി പോകും. അപ്പോൾ ഇവരുടെ കറണ്ട് കണ്ടുവച്ചിട്ട് ബുദ്ധിമുട്ടായിരിക്കും I²RT ഉപയോഗിക്കണമെങ്കിൽ. വോൾട്ടേജ് ഓൾറെഡി അറിയാം, പാരലൽ ആയതുകൊണ്ട് വോൾട്ടേജ് സെയിം ആയിരിക്കും, ബാറ്ററിയുടെ വോൾട്ടേജ് തന്നെയായിരിക്കും രണ്ടുപേരും കിട്ടുക. അപ്പോൾ V²/RT ഉപയോഗിക്കുക, പരിപാടി തീർക്കുക. മനസ്സിലാവുന്നുണ്ടോ? ലോജിക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ? ഓക്കെ, അപ്പോൾ പാരലൽ ആണെങ്കിൽ V²/RT ഉപയോഗിക്കുക. സീരീസിലാണ് I²RT ഉപയോഗിച്ചോ, കാരണം കറണ്ട് എന്താണ് രണ്ടുപേർക്ക് സെയിം ആയിരിക്കും. മനസ്സിലാവുന്നില്ലേ? ഓക്കെ, ഇതിലും സ്പെഷ്യാലിറ്റി ഒന്നുമില്ല കേട്ടോ, പുതിയ ചോദ്യമൊന്നുമല്ല, സ്റ്റാൻഡേർഡ് ചോദ്യമാണ്. കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും, മീഡിയം എന്ന് പറയാം. ഡയഗ്രാം വന്നിട്ട് ഇത്ര നോക്കുക, താഴേക്ക് നോക്കുക. ഇപ്പോൾ ബാറ്ററി ഉണ്ടോ? ബാറ്ററി ഉണ്ട്, എന്തായിരിക്കും സാധനം? ജനറേറ്റർ എന്ന് പറഞ്ഞാൽ കറണ്ടിനെ ഉൽപ്പാദിപ്പിക്കുന്ന സാധനമാണ്. അപ്പോൾ ബാറ്ററിയുടെ ആവശ്യമില്ല. ബാറ്ററി ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ജനറേറ്റർ ഉപയോഗിക്കുന്നത്. ബാറ്ററി ഉപയോഗിക്കാതെ കറണ്ട് ജനറേറ്റർ ഉണ്ടാകാൻ വേണ്ടി ജനറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ പിന്നെ ബാറ്ററി എന്തിനാണ്? ബാറ്ററി ഉണ്ടെങ്കിൽ ഓർപ്പിച്ചോ, DC മോട്ടറാണ് അഥവാ ഇലക്ട്രിക് മോട്ടറാണ് സാധനം. ബാറ്ററി ഉപയോഗിച്ചിട്ട് കറണ്ട് കൊടുത്ത് കറക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനമാണ് മോട്ടർ. അപ്പോൾ ഇലക്ട്രിക് മോട്ടറാണ് സാധനം. നെയിം ദ പാർട്സ് ലേബിൾഡ് A and B. പാർട്സ് പഠിക്കണേ. AC ജനറേറ്റർ, DC ജനറേറ്റർ, ഇലക്ട്രിക് മോട്ടർ, മൂവിംഗ് കോയിൽ ലൗഡ് സ്പീക്കർ, അതുപോലെ മൂവിംഗ് കോയിൽ മൈക്രോഫോൺ, എല്ലാത്തിനും പാർട്സ് പഠിച്ചു. ഏതെങ്കിലും ഒന്ന് പരീക്ഷ ചോദിച്ചിരിക്കും, ഒരു സംശയമില്ല, എപ്പോഴും ചോദിക്കുന്നതാണ്. ഓക്കെ, ആർമേച്ചർ, സ്പ്ലിറ്റിംഗ്, ഇപ്പോൾ പറഞ്ഞപ്പോൾ ടോപ്പിക്സ് ഒക്കെ എഴുതി വെച്ചോ. ഇതൊക്കെയാണ് പ്രഡിക്ഷൻ, ഇതാണ് ചോദിക്കുക. അപ്പോൾ ആർമേച്ചർ, സ്പ്ലിറ്റ് റിങ്സ്. ഓക്കെ, റെഡി ആണല്ലോ? ഇത് ആർമേച്ചർ, ഇത് സ്പ്ലിറ്റ് റിങ്സ്, ഇത് ബ്രഷസ്, ഇത് പെർമനന്റ് മാഗ്നറ്റ്സ്. 4 പഠിച്ചു. സ്റ്റേറ്റ് ദ റൂൾ ദാറ്റ് ഹെൽപ്സ് ടു ഫൈൻഡ് ദ ഡയറക്ഷൻ മോഷൻ ഓഫ് പാർട്സ് എ വെൻ ദ വർക്ക്സ്. അപ്പോൾ മോഷൻ കണ്ട് ഡയറക്ഷൻ പിടിക്കാൻ വേണ്ടി ഏത് റൂളാണോ മക്കളെ ഉപയോഗിക്കുക? അപ്പോൾ ഇത് ഞാൻ വളരെ ഡീറ്റെയിൽഡ് പരീക്ഷയുടെ തലേന്ന് വരെ പറഞ്ഞു തന്ന സാധനമാണ്. മോഷൻ അഥവാ ഫോഴ്സ് കണ്ടുപിടിക്കാൻ വേണ്ടി
ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂള്. കറണ്ടിൻ്റെ ഡയറക്ഷൻ, ഇലക്ട്രോമാഗ്നറ്റിക് ഇൻഡക്ഷൻ ഉണ്ടാകുന്ന കറണ്ട് കണ്ടുപിടിക്കാൻ വേണ്ടി ഫ്ലെമിങ്സ് റൈറ്റ് ഹാൻഡ് റൂൾ, ഫ്ലെമിങ്സ് ലെഫ്റ്റ് ഹാൻഡ് റൂൾ ചോദിച്ചു. വാട്ട് ഈസ് ദ ഫംഗ്ഷൻ ഓഫ് പാർട്ട് ബി ഇൻ ദിസ് ഡിവൈസ്? പാർട്ട് ബി ആരാണ് മക്കളെ? പാർട്ട് ബി സ്പ്ലിറ്റ് റിംഗ്സ് ആണ്. സ്പ്ലിറ്റ് റിംഗ്സിന് രണ്ട് ഫംഗ്ഷൻ ഉണ്ട്, രണ്ടും എഴുതി വെക്കുക. ടു ചേഞ്ച് ഡയറക്ഷൻ ഓഫ് കറണ്ട് ഇൻ ആർമേച്ചർ ആഫ്റ്റർ എവറി ഹാഫ് റൊട്ടേഷൻ. ഓരോ ഹാഫ് റൊട്ടേഷൻ കഴിയുമ്പോൾ കറണ്ട് ഡയറക്ഷൻ ചേഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. രണ്ടാമത്തെ കാര്യം, അതുവഴി എന്താണ്? ടു എൻഷുർ ആർമേച്ചർ റൊട്ടേറ്റ്സ് കണ്ടിന്യൂസ്ലി. അതുവഴി എന്താണ്? ആർമേച്ചർ കണ്ടിന്യൂസ്ലി റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഈ രണ്ട് പോയിന്റ്സ് എഴുതി വെച്ചേക്കുക സ്പ്ലിറ്റ് റിംഗിൻ്റെ ഫംഗ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ. ഓക്കെ, അത് സെറ്റാണ്. നെക്സ്റ്റ്, അറേഞ്ച് ദ മീഡിയ ഗിവൺ ഇൻ ദ ടേബിൾ അതിൻ്റെ അസെൻഡിങ് ഓർഡർ ഓഫ് സ്പീഡ് ഓഫ് ലൈറ്റ്. ഇതുപോലത്തെ ചോദ്യം നമ്മൾ പരീക്ഷയുടെ തലേന്ന് ചെയ്തതാണ്, അറേഞ്ച് ചെയ്യാൻ വേണ്ടി. പക്ഷേ അതിൽ കെറോസിൻ മാത്രം ഉണ്ടായിരുന്നില്ല, ഇത് 3 ഉണ്ടായിരുന്നുള്ളൂ തന്നെ എൻ്റെ ഓർമ്മ. ഓക്കെ, എങ്ങനെ ചെയ്യുക? ഇവിടെ ആദ്യം റിഫ്രാക്റ്റീവ് ഇൻഡെക്സിൻ്റെ ഓർഡർ ഉണ്ടാക്കുക. ഏതെങ്കിലും ഓർഡർ ഉണ്ടാക്കുക. ഏറ്റവും കൂടുതൽ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് N എന്ന് പറഞ്ഞാൽ റിഫ്രാക്റ്റീവ്സ് ആണ്, ഗ്ലാസ്സിനാണ് ഏറ്റവും കൂടുതലുള്ളത്. പിന്നെ കെറോസിൻ ഉണ്ട്, പിന്നെ വാട്ടർ ഉണ്ട്, പിന്നെ എയർ ഉണ്ട്. നേരെ തിരിച്ചായിരിക്കും സ്പീഡിൻ്റെ ഓർഡർ. നേരെ തിരിച്ച് ഇതേ സാധനം തന്നെ നിങ്ങൾ നേരെ സൈൻ മാറ്റി ചെയ്താൽ സ്പീഡിൻ്റെ ഓർഡർ കിട്ടും. ഇത് സ്പീഡിൻ്റെ ഓർഡർ ഏതാണ്? ഇതായിരിക്കും. ഗ്ലാസ്സിന് ഏറ്റവും കുറവ്, എയറിന് ഏറ്റവും കൂടുതൽ. വിൽ റേ ഓഫ് ലൈറ്റ് ഡീവിയേറ്റ് ടുവേർഡ്സ് നോർമൽ ഓർ എവേ ഫ്രം നോർമൽ വെൻ ഇറ്റ് എൻറ്റേഴ്സ് ഒബ്ലിക്ലി ഫ്രം വാട്ടർ ടു കെറോസിൻ? വാട്ടറിൽ നിന്ന് കെറോസിനിലേക്ക് കയറുമ്പോൾ വാട്ടറിന് റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് കുറവാണ്, കെറോസിന് കൂടുതലാണ്. കുറവുള്ള ആളിൽ നിന്ന് കൂടിയുള്ള ആൾ കയറുമ്പോൾ എത്രയോ പ്രാവശ്യം പഠിപ്പിച്ചിട്ടുണ്ട്. മസിൽ കുറഞ്ഞുള്ള ആളിൽ നിന്ന് മസിൽ കൂടിയുള്ള കയറുമ്പോൾ മസിലിൽ കൂടിയുള്ള ആൾ എന്ത് ചെയ്യും? പിടിച്ച് നോർമലിലേക്ക് വരിക്കും, പിടിച്ച് നോർമലിലേക്ക് വരിക്കും. ദ ആൻസർ എന്താണ് മക്കളെ? ടുവേർഡ്സ് നോർമലാണ് വരും. ഒന്നും ആലോചിക്കാനില്ല. എത്രയോ ചോദ്യങ്ങൾ ചെയ്തിട്ടുണ്ട് ഇതിൻ്റെ. കാൽക്കുലേറ്റ് ദ സ്പീഡ് ഓഫ് ലൈറ്റ് ഇൻ ഗ്ലാസ്. ഗ്ലാസിൻ്റെ റിഫ്രാക്റ്റീവ് ഇൻഡെക്സ് 1.5 എന്നില്ലേ? സ്പീഡ് ഓഫ് ലൈറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടി ഏത് ഫോർമുല ഉപയോഗിക്കേണ്ടത്? N=C/V. എത്രയോ പ്രാവശ്യം ഇതും ചെയ്തിട്ടുണ്ട്. വെറുതെ അടിച്ചുവിടല്ലേ, ഇതൊക്കെ ക്ലാസ്സിൽ പഠിപ്പിക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ. എത്രയോ പ്രാവശ്യം. V=C/N. ഇതൊന്ന് റീഅറേഞ്ച് ചെയ്യുക. V=C/N ആണ്. C എന്ന് പറഞ്ഞാൽ 3 × 10⁸ ആണ്. ഇവിടെ തന്നില്ലെങ്കിൽ നിങ്ങൾക്ക് അറിയേണ്ട കാര്യമാണ്. ഡിവൈഡ് ബൈ N കൊടുക്കുക 1.5. 1.5 3 കട്ട് ചെയ്തിട്ട് 2 വരും. 2 × 10⁸. ഇത്രയേ ഉള്ളൂ സംഗതി. റെഡിയാണല്ലോ മക്കളെ? സിമ്പിൾ ചോദ്യം. ഇതും നമ്മൾ പഠിച്ചാണ്. ഇതിൽ സ്പെഷ്യാലിറ്റി ഒന്നുമില്ല. ഐഡൻറ്റിഫൈ ആൻഡ് റൈറ്റ് ദ കളേഴ്സ്. മുകളിലുള്ള കളർ, ഏറ്റവും ഡീവിയേഷൻ കുറവുള്ള കളർ റെഡും ഏറ്റവും താഴെയുള്ള വയലറ്റ് ആയിരിക്കും. അത്രേ ഉള്ളൂ. വാട്ട് ഈസ് ദ റീസൺ ബിഹൈൻഡ് ഡിഫറൻസ് ഇൻ ഡീവിയേഷൻ ഓഫ് ദീസ് കളേഴ്സ്? എന്തുകൊണ്ടാണ്? വേവ് ലെങ്തിലെ വ്യത്യാസമുള്ളതുകൊണ്ടാണ്. റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്, മാക്സിമം ആണ്, അല്ല വേവ് ലെങ്ത് കൂടുതലാണ്. അതുകൊണ്ട് ഡീവിയേഷൻ കുറവായിരിക്കും, വ്യതിയാനം കുറവായിരിക്കും. വയലറ്റിന് വേവ് ലെങ്ത് ഏറ്റവും കുറവാണ്, സോ ഡീവിയേഷൻ കൂടുതലായിരിക്കും. ഇത്രയേ ഉള്ളൂ. വേവ് ലെങ്തിലെ ഡിഫറൻസ് കാരണമാണെന്ന് ഓർത്ത് വെച്ചാൽ മതി. ഓക്കെ. വിച്ച് കളർ ഹാസ് ബീൻ ഗിവൺ ടു ദ ടെയിൽ ലാംപ്സ് ഓഫ് വെഹിക്കിൾസ്? വെഹിക്കിളിൻ്റെ പുറകിലുള്ള ഹെഡ്ലൈറ്റിനല്ല, ലൈറ്റിന് എന്ത് കളറാണ് കൊടുത്തിരിക്കുന്നത്? റെഡ് കളറാണ്. അത് എന്തുകൊണ്ടാണ് റെഡ് കൊടുത്തിരിക്കുന്നത് മക്കളെ? റെഡ് കൊടുത്തിരിക്കുന്നത് റെഡിന് വേവ് ലെങ്ത് കൂടുതലാണ്. അതുകൊണ്ടെന്നാണ് റെഡിന് വേവ് ലെങ്ത് കൂടുതലായതുകൊണ്ട് സ്കാറ്ററിങ് എന്തായിരിക്കും? വിസരണം കുറവായിരിക്കും. അത് സ്കാറ്ററിങ്, ഇത് ഡീവിയേഷൻ, അത് സ്കാറ്ററിങ്, രണ്ട് വേറെ വേറെയാണ്, പക്ഷേ സെയിം ലോജിക്കാണ്. വേവ് ലെങ്ത് കൂടിക്കഴിഞ്ഞാൽ ഡീവിയേഷനും കുറവായിരിക്കും, സ്കാറ്ററിങ്ങും കുറവായിരിക്കും. അതുകൊണ്ട് മാക്സിമം ലൈറ്റ് നമ്മുടെ കണ്ണിലേക്ക് എത്തും, സ്കാറ്ററായി പോവില്ല, സ്പ്രെഡായി പോവില്ല, നമ്മുടെ കണ്ണിലേക്ക് ദൂരെ എത്തും. അത്ര എഴുതി വെച്ചാൽ മതി. നിങ്ങളുടെ ഭാഷയിൽ എഴുതി ചെന്തും ബൈഹാർട്ട് പഠിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. വാട്ട് ഈസ് മെൻ ബൈ ട്രാൻസ്മിഷൻ ലോസ്? പഠിച്ചു വെക്കണം, ഡെഫിനേഷൻ പഠിച്ചു വെക്കണം. ട്രാൻസ്മിഷൻ ലോസിൻ്റെ എനർജി ലോസ് ഡ്യൂ ടു ഹീറ്റ് ഡ്യൂറിങ് എന്താണ്? പവർ ട്രാൻസ്മിഷൻ. അത് സിമ്പിളായിട്ട് നിങ്ങളുടെ ഭാഷയിൽ എഴുതി വെച്ചാൽ മതി, അല്ല ടെക്സ്റ്റ് ബുക്കിൽ അത് തന്നെ പഠിച്ചു വെച്ചോ. പവർ ട്രാൻസ്മിഷൻ, പവർ കംപ്രഷൻ നടക്കുന്ന സമയത്ത് ഉണ്ടാകുന്ന ഹീറ്റ് ലോസ് ആണ്, ഊർജ്ജ നഷ്ടമാണ്. വാട്ട് ആർ ദി ടെസ്റ്റ് സ്റ്റെപ്പ് ടേക്കൺ ടു മിനിമൈസ് ദിസ് ലോസ്? എന്താണ് നമ്മൾ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്? നമ്മളൊന്നുമില്ല, നമ്മൾ വോൾട്ടേജ് കൂട്ടും. 220 kV വോൾട്ടേജ് കൂട്ടും. അപ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കലി കറണ്ട് കുറയും. കറണ്ട് കുറഞ്ഞാൽ എന്ത് സംഭവിക്കും മക്കളെ? കറണ്ട് കുറഞ്ഞു കഴിഞ്ഞാൽ ഹീറ്റ് ലോസും കുറയും. ഇത്രേ ഉള്ളൂ. ഇത് കൂടാതെ അഡീഷണൽ മെത്തേഡ്സ് ഉണ്ട്. വയറിൻ്റെ റെസിസ്റ്റൻസ് കുറയ്ക്കാം. പക്ഷേ ഇതാണ് മെയിൻ മെത്തേഡ്. ഇതാണ് നിങ്ങൾ എഴുതി വെക്കേണ്ടത്. ടു വിച്ച് ഡിവൈസ് ഇസ് ഇലക്ട്രിക്കൽ ലൈൻ റീച്ചിങ് അവർ ഹോം കണക്റ്റഡ് ഫസ്റ്റ്? വീട്ടിലെത്തുന്ന ഇലക്ട്രിക്കൽ ലൈൻ ഫസ്റ്റ് എത്തുന്നത് ഏതാണ് മക്കളെ? വാട്ടർ മീറ്ററാണ്. ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്, പരീക്ഷയിൽ നമ്മുടെ ഹൗസ് ഹോൾഡ് കണക്ഷൻ്റെ സർക്യൂട്ട് ബേസ്ഡ് ആയിട്ട് ചോദ്യം വന്നിരിക്കുന്നു. പരീക്ഷയുടെ തലേന്നും പറഞ്ഞതാണ്, പഠിച്ച ദിവസം കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ ഇവിടുന്ന് പല ചോദ്യങ്ങൾ ചോദിക്കാം. വാട്ടർ മീറ്റർ കഴിഞ്ഞിട്ട് ആരാണുള്ളത്? അത് കഴിഞ്ഞിട്ട് ആരാണുള്ളത്? സേഫ്റ്റി ഫ്യൂസ് എവിടെയാണ്? മെയിൻ ഫ്യൂസ് എവിടെയാണ് വരുന്നത്? ഒക്കെ അപ്പോൾ ഡയഗ്രാം അതേപോലെ പഠിച്ചു. ഹൗസ് ഹോൾഡ് കണക്ഷൻ എന്ന് പറഞ്ഞ ടെക്സ്റ്റ് ബുക്കിൽ ഡയഗ്രാം കൊടുത്തിട്ടുണ്ട്, അത് ഫുൾ ബൈ ഹാർട്ട് പഠിച്ചു. അവിടുന്ന് ഇങ്ങനെ വേണമെങ്കിൽ ചോദിക്കാം. പ്രത്യേകിച്ച് കഴിഞ്ഞ ക്രിസ്മസ് എക്സാമും പബ്ലിക് എക്സാമിനൊക്കെ ചോദിക്കാറുണ്ട്. ഇത് പുതിയ ട്രെൻഡാണ്, ചോദിക്കും, ഈ വർഷം ചോദിക്കും. MCB സേഫ്റ്റി യൂസിൻ്റെ വർക്കിംഗ് വ്യത്യാസം എന്താണ് മക്കളെ? സേഫ്റ്റി യൂസ് എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗ് എഫക്റ്റിലാണ് വർക്ക് ചെയ്യുക. MCB എന്ന് പറഞ്ഞാൽ ഹീറ്റിംഗും മാഗ്നറ്റിക് എഫക്റ്റിലാണ് വർക്ക് ചെയ്യുക. സേഫ്റ്റി യൂസ് എന്ന് പറഞ്ഞാൽ ഹാസ് ടു ബി മാനുവലി റിപ്ലേസ് ചെയ്യേണ്ട സാധനമാണ്. MCB എന്ന് പറഞ്ഞാൽ നോ നീഡ് ടു മാനുവലി റിപ്ലേസ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ട്രിപ്പ് ചെയ്ത് ഓഫ് ആയി പോയി കഴിഞ്ഞാൽ ഓൺ ആക്കിയാൽ മതി. അപ്പോൾ ഈ രണ്ട് ഡിഫറൻസ് ആണ് ഓർത്ത് വെക്കേണ്ടത്, എഴുതി വെക്കേണ്ടത്. സിമ്പിൾ ചോദ്യം, സ്റ്റാൻഡേർഡ് ചോദ്യം, കഴിഞ്ഞു, ഇത്രേ ഉള്ളൂ. അപ്പോൾ ഓവറോൾ നമ്മൾ നോക്കുകയാണെങ്കിൽ സർപ്രൈസിംഗ് ആയിട്ടുള്ള ചോദ്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ക്രിസ്മസ് എക്സാമിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ കുറച്ചും കൂടി ചിന്തിക്കേണ്ട തരം ചോദ്യങ്ങളുണ്ടായിരുന്നു. ഇവിടെ അങ്ങനെയൊന്നും ഉണ്ടായിരുന്നില്ല. എങ്കിൽ പോലും എല്ലാ ചോദ്യങ്ങളും ഒന്നാണ് ഒരു മീഡിയം ലെവലിലായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നും ഭയങ്കര ഈസി ആയിട്ടുള്ള ചോദ്യങ്ങളൊക്കെ 1-2 ഒക്കെ നമ്മൾ കണ്ടിട്ടുള്ളൂ. അല്ല, അത്യാവശ്യം എല്ലാം മീഡിയം ലെവലാണുള്ളത്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ പരീക്ഷ ഭയങ്കര ടഫ് അല്ലെങ്കിലും ഭയങ്കര ഈസിയും അല്ലായിരുന്നു. കാരണം എല്ലാം കുറച്ച്
തല ഉപയോഗിച്ച് ചിന്തിക്കേണ്ട ചോദ്യങ്ങളാണ്. ഓക്കെ, അല്ലാണ്ട് ഭയങ്കര കോമഡി ചോദ്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. അത്യാവശ്യം പഠിച്ചു പോയവർക്ക് മാത്രമേ ഇതിന് മാർക്ക് കിട്ടുള്ളൂ. തീരെ പഠിക്കാത്തവർക്ക് ഒന്നും കിട്ടാത്തൊരവസ്ഥയ്ക്ക് ഉണ്ടാകാനുള്ള സാധ്യതയുള്ള ഒരു പേപ്പറാണ്. അല്ലാണ്ട് തീരെ പഠിക്കാത്തവർക്ക് എന്തെങ്കിലും എഴുതി വെച്ചിട്ട് പാസ്സാവാൻ പറ്റിയ പേപ്പർ ആയിരുന്നില്ല. അപ്പോൾ ഇനി നിങ്ങൾ ആലോചിക്കേണ്ടതേ ഉള്ളൂ, തീരെ നിങ്ങൾ പഠിക്കാത്തവരാണെങ്കിൽ ഇനി നിങ്ങൾ സീരിയസ് ആയിട്ട് പഠിച്ചു തുടങ്ങുക. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഒന്നും കിട്ടില്ല, മനസ്സിലായി, ഒന്നും കിട്ടാത്തൊരവസ്ഥയ്ക്ക് വരും. ഓക്കെ, അതുകൊണ്ട് നന്നായി പഠിച്ചു വരിക. നന്നായിട്ട് പഠിച്ചു കഴിഞ്ഞാൽ എല്ലാ ചോദ്യം ഉത്തരം പറയാൻ പറ്റുന്ന രീതിയിലാണ്. കാരണം അത് അത്ര ടഫായിട്ടുള്ള ചോദ്യങ്ങളൊന്നുമില്ല. മീഡിയമായിട്ട് പഠിച്ചവർക്ക് മീഡിയമായിട്ടുള്ള രീതിയിൽ എല്ലാ ഉത്തരവും കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പേപ്പർ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പബ്ലിക് എക്സാമിനെ പറ്റി നമ്മൾ ബേസിക്കലി പറയുകയാണെങ്കിൽ ഓവർ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ആ പേടിയൊക്കെ നിങ്ങൾ മാറ്റി വെച്ചോളൂ ഫിസിക്സിൻ്റെ കാര്യത്തിൽ അറ്റ്ലീസ്റ്റ്. കാരണം ഫിസിക്സ് നിങ്ങളെ ബുദ്ധിമുട്ടിക്കാൻ ചാൻസ് ഇല്ല. പക്ഷേ വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, ടെക്സ്റ്റ് ബുക്ക് നന്നായിട്ട് പഠിച്ചവർക്ക്. അപ്പോൾ ടെക്സ്റ്റ് ബുക്ക് പഠിക്കാൻ വേണ്ടി ഏറ്റവും ബെസ്റ്റ് എന്താണ്, നിങ്ങൾ ക്രാഷ് ബാച്ചിൽ ജോയിൻ ചെയ്യാൻ തന്നെയാണ്. അതല്ലെങ്കിൽ നിങ്ങൾക്ക് എന്താണ് തീരെ പറ്റുന്നില്ലെങ്കിൽ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല, നമ്മൾ യൂട്യൂബിൽ എടുത്ത് തരുന്നുണ്ട്. ഇൻഫാക്ട് നമ്മുടെ മൺഡേ വരുന്ന ലൈവിൽ ഫുൾ ഫിസിക്സ് ഞാൻ പഠിപ്പിക്കുന്നതായിരിക്കും. ആ ലൈവ് നിങ്ങൾ ഫുൾ കാണുകയാണെങ്കിൽ ഒന്നും നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പിന്നെ നമ്മൾ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ എക്സ്ട്രാ ചെയ്യുന്നതായിരിക്കും. അതും കൂടി ചെയ്ത് കഴിഞ്ഞാൽ കാര്യം സെറ്റാണ്. അപ്പോൾ നിങ്ങൾ ബേസിക്കലി പേടിക്കേണ്ട ആവശ്യമില്ല എന്ന് പറയാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ആർക്ക്, പഠിക്കുന്നവർക്ക് മാത്രം എഫേർട്ട് ഇടാൻ റെഡി ആയിരിക്കും. മിനിമം ഇനി അങ്ങോട്ടുള്ള ദിവസം 5 മണിക്കൂറിൽ സ്റ്റാർട്ട് ചെയ്ത് 8 മണിക്കൂറിലേക്ക് പഠനം എത്തിക്കാൻ റെഡിയായ കുട്ടികൾ നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. അത്രേ പറയാനുള്ളൂ മക്കളെ. മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം. മറ്റേ ലൈവിൽ നമുക്ക് വീണ്ടും കാണാം. നമുക്ക് അടിപൊളിയായിട്ട് പഠിക്കാം. ഈ വർഷത്തെ പബ്ലിക് എക്സാം നമുക്ക് തകർക്കാം. ഓക്കെ, അപ്പോൾ ഈ ചോദ്യങ്ങളുടെ ഉത്തരവും പിന്നെ ഞാൻ എക്സ്ട്രാ പറഞ്ഞ കാര്യങ്ങളുടെ ഉത്തരവും പഠിച്ചു വെച്ചേക്ക്. അതായിരിക്കും പബ്ലിക് എക്സാമിൽ വരിക. കൂടുതലൊന്നും പറയുന്നില്ല. ബൈ ബൈ ആൻഡ് ടേക്ക് കെയർ.